സമുദ്രമേഖലയിലെ സുരക്ഷയും സഹകരണവും ലക്ഷ്യമാക്കി നടത്തിയ 9 രാജ്യങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി INS സുനൈന തിരിച്ചെത്തി. ദൗത്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 44 പേരുൾപ്പെടെ 200 നാവികർ പങ്കെടുത്തു. 9 രാജ്യങ്ങളിൽ ഒരു മാസം നീണ്ട പര്യടനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ INS സുനൈനക്ക് കൊച്ചി നാവിക താവളത്തിൽ ഗംഭീര വരവേൽപ്പാണ് നൽകിയത്. വൈസ് അഡ്മിറൽ V. ശ്രീനിവാസിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. It's indeed a matter of great pride and privilege for me to be present here this afternoon on this momentous occasion of the successful culmination of the deployment of Indian Ocean Ship Sagar to the southwestern Indian Ocean region. This has been a very unique cooperative initiative, the first of its kind, which represents a new era of regional maritime cooperation and stability, bringing like-minded navies of the Indian Ocean region together. The vision of Sagar, which all of you know, stands for security and growth for all in the region, was outlined as brought out earlier by Honorable Prime Minister as early as 2015. യുദ്ധക്കപ്പലിന്റെ ദൗത്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 44 പേരുൾപ്പെടെ 200 നാവികരാണ് പങ്കെടുത്തത്. ഏപ്രിൽ 5-ന് കാർവാറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് INS സുനൈനയുടെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. മഹാരാഷ്ട്രയിലെ കാർവാറിൽ നിന്ന് സൗഹൃദ രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നടന്ന ദൗത്യത്തിൽ IOS സാഗർ എന്നാണ് കപ്പൽ അറിയപ്പെട്ടത്. കമൽ സിംഗ് റാണയായിരുന്നു INS സുനൈനയുടെ കമാൻഡർ. കപ്പൽ സലാം, നക്കാല, ലൂയിസ്, വിക്ടോറിയ, മാലി എന്നീ തുറമുഖങ്ങൾ സന്ദർശിക്കുകയും സംയുക്ത നാവിക അഭ്യാസങ്ങൾ, പ്രൊഫഷണൽ, സാമ്പത്തിക മേഖലകളിലെ നിരീക്ഷണം എന്നിവ പൂർത്തിയാക്കുകയും ചെയ്തു. കൂടാതെ ടാൻസാനിയ, മൊസാംബിക്, മൗറീഷ്യസ്, സീഷെൽസ്, മഡഗാസ്കർ, ശ്രീലങ്ക, കെനിയ എന്നിവിടങ്ങളിൽ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. Of INS Sunaina today, with the ship returns to her home port on completion of INS Sagar deployment, which is a unique and ambitious endeavor of the Indian Navy in partnership with 9 foreign countries of the Indian Ocean region. This training endeavor, spanning a total duration of 50 days, commenced from 19 March and will continue with the departure on 12 May 2025. സമുദ്രമേഖലയിലെ സുരക്ഷയും സഹകരണവും ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന IOS സാഗർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പര്യടനം നടന്നത്. ചടങ്ങിൽ വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് ദൗത്യത്തിൽ പങ്കെടുത്ത 9 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ അഭിനന്ദിച്ചു. ഇന്ത്യൻ മഹാസമുദ്രം സൈനികമായി തന്ത്രപ്രധാന മേഖലയായി മാറിയെന്നും പ്രാദേശിക വെല്ലുവിളികൾക്ക് പ്രാദേശിക പരിഹാരങ്ങൾ ആവശ്യമായതിനാലാണ് സൗഹൃദ രാഷ്ട്രങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾക്ക് മുൻതൂക്കം നൽകുന്നതെന്നും വൈസ് അഡ്മിറൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സർജറി ഏതുമാകട്ടെ, പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ തന്നെ ബെസ്റ്റ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, വേദനരഹിതമായ ശസ്ത്രക്രിയയിലൂടെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ പാലാരിവട്ടം. മുട്ടുമാറ്റിവെക്കൽ, ലാപ്രോസ്കോപ്പിക് സർജറികളും കൂടാതെ സ്പെഷ്യൽ സർജറി പാക്കേജുകളിലായി ഫൈബ്രോയിഡ്, തൈറോയ്ഡ്, സർക്കംസിഷൻ, ഹെർണിയ തുടങ്ങിയവയ്ക്കുമായി ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ പാലാരിവട്ടം.